ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ സാധാരണ മൊബൈലിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് നമ്മുടെ നെറ്റ് പെട്ടെന്ന് തീർന്നു പോകാന്നുള്ളത്. നമ്മൾ സാധാരണ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പക്ഷേ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ വിട്ടുപോകുന്നുണ്ട്. ആ ഒരു സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങളൊന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ് വളരെയധികം നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. എന്താണെന്ന് കാണിച്ചു തരുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. മൊബൈലിലുള്ള നെറ്റ് തീരാതിരിക്കാൻ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ സാധാരണ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ കളിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അത് വഴിയാണ് നമുക്ക് മെയിൻ ആയിട്ട് നെറ്റ് പോകുന്നത്. ഇവിടെ നെറ്റ് പെട്ടെന്ന് തീർന്നു പോകുന്നതിന് നമുക്ക് ഇതുവഴി നമുക്ക് സഹായിക്കാൻ സാധിക്കും. അതിന് ആദ്യമായിട്ടുള്ള ഒരു 3 സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊന്ന് ഈ പറഞ്ഞിരിക്കുന്ന യൂട്യൂബ് കാണുന്നുണ്ട്. യൂട്യൂബിന്റെ ഐക്കണിന്റെ മേലെ ലോങ് പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഇവിടെ ഒരു ഐ ബട്ടൺ കാണിക്കുന്നുണ്ട്. ആ ഐ ബട്ടന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാനേജ് നോട്ടിഫിക്കേഷൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലുള്ള നെറ്റ് നമ്മൾ അറിയാതെ തന്നെ എന്താവുന്നുണ്ട്, അത് തീർന്നു പോകുന്നുണ്ട്. അതിനുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോസ് ആപ്പ് ആക്ടിവിറ്റി എന്ത് ചെയ്യുക, ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. പലരുടെ ഫോണിൽ നിങ്ങൾ നോക്കി നോക്കുക, അത് ഓൺ ആയിട്ടേക്കും കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കാത്ത സമയത്ത് പോലും ഇതെന്താവുന്നുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പോസ് ആപ്പ് ആക്ടിവിറ്റി എന്നുള്ളത് എന്ത് ചെയ്യുക, ഉടൻ തന്നെ ഓഫ് ചെയ്യുക. ഈ രണ്ടാമതായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക, യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം. അതിന്റെ ഏറ്റവും മുകളിലായിട്ട് സെറ്റിംഗ്സും കാണാം. ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ജനറൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാം, ജനറൽ. ആ ജനറൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പ്ലേ ബാക്ക് അല്ലെ, പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾവേസ് ഓൺ എന്ന് പറഞ്ഞിട്ടാണ് പ്ലേ ബാക്ക് ഇൻ ഫീഡ്സ് കാണിക്കുന്നത്. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. അങ്ങനെ വന്നാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴേക്ക് തന്നെ വീഡിയോകൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത വീഡിയോകളൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്തുകൊണ്ട് നടക്കും. അതുവഴി നമ്മുടെ നെറ്റ് വളരെയധികം നഷ്ടമാവും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഇനി എവിടെന്നെങ്കിലും വൈഫൈ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ വൈഫൈ ആക്കി കൊടുക്കാം. ഏറ്റവും നല്ലത് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി. നമുക്ക് എല്ലാ വീഡിയോ ഒന്നും നല്ല ക്വാളിറ്റിയിൽ കാണണമെന്ന് ആവശ്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കാണുന്ന സമയത്താണ് പെട്ടെന്ന് നെറ്റ് തീർന്നത്. അപ്പൊ നമ്മൾ ഈ സെറ്റിംഗ്സിൽ എന്ത് ചെയ്യുക, ഇവിടെ ഡാറ്റ സേവർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ആ വീഡിയോ ക്വാളിറ്റി മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് ചില വീഡിയോകളൊക്കെ നല്ല ക്വാളിറ്റിയിൽ കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ വീഡിയോന്റെ ആ സെറ്റിംഗ്സിൽ ഉണ്ടാവും ഹൈ ക്വാളിറ്റിയിലേക്ക് കാണാനുള്ള, അവിടേക്ക് മാറ്റി കൊടുക്കുക. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.